Hello friends, welcome back to CMS Creations. നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ 2024 മാത്തമാറ്റിക്സിൽ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസിൽ അഥവാ 2024 ഓണപരീക്ഷയ്ക്ക് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ്. ഫസ്റ്റ് ചോദ്യം 3711 is an arithmetic sequence. 3711 എന്ന സമാന്തര ശ്രേണിയിൽ what is the common difference? പൊതു വ്യത്യാസം കാണുക. Find its 11th term. 11ാം പദം കാണുക. കോമൺ ഡിഫറൻസ് കാണാൻ സെക്കൻഡ് ടേം എന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ മതി. അപ്പൊ 7 - 3 7 ന്ന് 3 പോയാൽ 4 കിട്ടും. ഇനി 11th ടേം കാണാൻ നമ്മൾ dn+f - d ഉപയോഗിക്കാം. അഥവാ അല്ലെങ്കിൽ 11th ടേമിനെ നമ്മൾ ജനറലി റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാ? x1 plus 10d എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, x11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1 plus 10d ആണ്. x1 എന്ന് പറയുന്നത് 3 ആണ്, d എന്ന് പറയുന്നത് 4 ആണ്. ആദ്യം ഇൻറ്റു ചെയ്യണം, ആദ്യം പ്രൊഡക്റ്റ് കാണണം. സോ 10 × 4 40 കിട്ടും. ദെൻ 40 + 3 43. ഓക്കെ, ഇല്ലെങ്കിൽ dn+f - d യിൽ n ന് 10 കൊടുത്തുകൊണ്ടും ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ 11ാമത്തെ ടേം കിട്ടി, കോമൺ ഡിഫറൻസും കിട്ടി. രണ്ടാമത്തെ ചോദ്യം the 7th term of an arithmetic sequence is 48 and 13th term is 66. ഏഴാം പദം 48ഉം 13ാം പദം 66ഉം. What is the common difference of the sequence? ഈ ശ്രേണിയുടെ പൊതു വ്യത്യാസം എത്രയാണ്? Find its 10th term. 10ാം പദം കാണുക. 3 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ആദ്യം കോമൺ ഡിഫറൻസ് കാണണമെന്നുണ്ടെങ്കിൽ രണ്ട് ടേമുകളും അതിന്റെ പൊസിഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് കാണണമെന്നുണ്ടെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താ? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. ഇവിടുത്തെ പദങ്ങൾ ഒന്ന് 7th ടേം എന്ന് പറയുന്നത് 48 ആണ്, മറ്റേത് 66 ആണ്. സോ 66 - 48 എന്ന് കിട്ടും. 66ന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 13 ആണ്. ദെൻ 48ന്റെ പൊസിഷൻ 7 ആണ്. ദെൻ 66 ന്ന് 48 കുറക്കണം. ഓക്കെ, 66 ന്ന് 48 കുറക്കണം. 6 ന്ന് 8 പോകില്ല, അപ്പൊ 16. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കടെടുത്താണ്ട് 16 ആവും. 16 ന്ന് 8 പോയാൽ 8 കഴിഞ്ഞിട്ട് കൗണ്ട് ചെയ്ത് നോക്കുക. 16 ആവാൻ എത്രയാ? 8. ദെൻ ഇവിടെ ഇനി എത്ര ഉണ്ട്? 5 ഉള്ള. 5 ന്ന് 4 പോയാൽ 1 18. ഇനി 13 ന്ന് 7 പോയാൽ എത്ര കിട്ടും? 6 കിട്ടും. ദെൻ 18/6 6ന്റെ ടേബിൾ ചൊല്ലിയാൽ മതി. 1 6 6 6 12 3 6 18. അപ്പൊ കോമൺ ഡിഫറൻസ് കിട്ടിയ എത്രയാണ്? 3. പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 3 ആണ്. ഇനി 10ാം പദം കാണണം. ഇവിടെ നമുക്ക് 1ാം പദം ഒന്നും തന്നിട്ടില്ല, 7ാം പദവും 13ാം പദമാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം 7ാം പദത്തിലോട്ട് എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി? 3 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാൽ 10ാം പദം കിട്ടും. 7ാം പദത്തിലോട്ട് 3 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാൽ 10ാം പദം കിട്ടും. അപ്പൊ x7 + 3d 3 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടണം അല്ലെ. 7ാമത്തെ പദത്തിലോട്ട് 1 പ്രാവശ്യം കൂട്ടി 8ാം പദമായി, പിന്നെ 9ാം പദമായി, പിന്നെ 10ാം പദമായി. ഇനി x7 എത്രയാണ്? 48 ആണ്. സോ 48 + 3 × 3. ആദ്യം 3 × 3 ചെയ്യണം, അത് 9 ആണ്. ദെൻ 48 + 9 57 കിട്ടും. അപ്പൊ 10ാം പദം 57 ആണ്. ദെൻ മൂന്നാമത്തെ ചോദ്യം ഫൈൻഡ് ദ സം ഓഫ് ദ ഫോളോയിങ് അരിത്തമെറ്റിക് സീക്വൻസ്. തന്നിരിക്കുന്ന സമാന്തര ശ്രേണികളുടെ തുക കാണുക. താഴെ കുറച്ച് സമാന്തര ശ്രേണികൾ തന്നിട്ടുണ്ട്, അതിന്റെ സമ്മ കാണണം. ഫസ്റ്റത്തെ സമാന്തര ശ്രേണി 1 + 2 + 3 + etc. + 30. ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അതേപോലെ തന്നെ ഒരു നാച്ചുറൽ നമ്പേഴ്സ് ആണ്. കണ്ടോ, 1 2 3 അങ്ങനെ പോയിട്ട് 30 വരെ. ആകെ 30 പദങ്ങളാണുള്ളത്. അപ്പോ നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ്, എണ്ണൽ സംഖ്യകളുടെ തുക എന്താ? n × n + 1/2. ഓക്കെ, അല്ലെങ്കിൽ n/2 × x1 + xn. ഇവിടെ ഞാൻ നമ്മുടെ സാധാരണ നോർമൽ ഇക്വേഷൻ ആണ് യൂസ് ചെയ്തല്ലോ കേട്ടോ. n/2 × x1 + xn ഏത് യൂസ് ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ n/2 × x1 + xn. ഇനി n എന്ന് പറഞ്ഞാൽ എത്ര ടേം ഉണ്ട്? 30 ടേം ഉണ്ട്. ഫസ്റ്റ് ടേം 1 ആണ്, ലാസ്റ്റ് ടേം 30 ആണ്. അപ്പൊ 30/2 1 + 30. അതിനെയാണ് n × n + 1/2. 30 ടേം 30 × 31/2.
ഓക്കെ, അപ്പൊ 30ന്റെ പകുതി 15 എന്ന് കിട്ടും. പിന്നെ 30ക്ക് 1 കൂട്ടിയാൽ 31. പിന്നെ 15 ഇൻറ്റു 31 ചെയ്യാം. ഒരഞ്ച് 5 ഓരോന്ന് 1 ഇൻറ്റു ആണ് കേട്ടോ. അത് 3 15ക്ക് 5 ശിഷ്ടം 1 ഒരു 3 3 1 4 5 6 4 465 കിട്ടും. Then രണ്ടാമത്തത് 4 8 12 120. ഇവിടെയും നമുക്ക് n/2 × x1 + xn യൂസ് ചെയ്യും. ഇവിടെ എത്ര ടേം ഉണ്ട് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. 1 4 4 24 8 3 4 12 കണ്ട 4ന്റെ ടേബിൾ ആണത് അല്ലെ. അപ്പൊ 1 4 4 24 8 3 4 12 4 16 14 20 അങ്ങനെ പോയി. പൈറ്റ് 3 30. സോറി പൈറ്റ് 3 അല്ല, പൈറ്റ് 4 40. 4ന്റെ ടേബിൾ ആണല്ലോ. അപ്പൊ 10 4 40 വരും. അടുത്തൊരു 10 4 കൂടി വരുമ്പോൾ 40 40 80 ആയി. അടുത്തൊരു 10 40 കൂടി വരുമ്പോൾ 40 80 40 120 ആയി. അപ്പൊ ഇവിടെ എത്ര ടേം ഉണ്ട്? 30 ഉണ്ട്. മനസ്സിലായോ? ഫസ്റ്റത്തെ പൈറ്റ് 4 40, വീണ്ടും ഒരു 40, അപ്പൊ 20 ആയി. വീണ്ടും ഒരു 40, അപ്പൊ 30 ആയി. ഇത് മൂന്നും കൂട്ടുമ്പോൾ 120 ആയില്ലേ. അപ്പൊ മൊത്തം 30 ടേം ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ 30/2 4 + 120. 30ന്റെ പകുതി 15 124. ഇനി 124നെ 15 കൊണ്ട് ഗുണിക്കണം. 124നെ 15 കൊണ്ട്. I 4 20ക്ക് 0 ശിഷ്ടം 2 കിട്ടും. 2 5 10 2 12ക്ക് 2 ശിഷ്ടം 1 1 5 5 1 6. I 4 20 2 5 10 2 12 5 1 6. ഇനി 1 കൊണ്ട് ഗുണിക്കണം. ഒരു സ്ഥാനം മാറ്റിയിട്ട് ആ നമ്പർ തന്നെ എഴുതി വെച്ചാൽ മതി. 1 കൊണ്ടല്ലേ ഗുണിക്കുന്നത്. 0 4 2 6 6 2 8 1 1860. ഇനി അടുത്തത് 1 5 9 ആണ്. ആദ്യം n കാണണം. ഇവിടെ 30 തന്നെ ആയിരിക്കും നമ്പർ വരിക. നമുക്ക് 30 വെച്ചിട്ട് എഴുതാൻ മതി. ജസ്റ്റ് നമ്പർ ഒന്ന് കാണാം നമുക്ക്. 117 ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം പ്ലസ് 1 ആണ്. അപ്പൊ 117 - 1/4 + 1 117 1 പോയാൽ 116/4 കിട്ടും. ഇനി 116നെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 3 വരില്ല, 2 വരുള്ളൂ. 2 4 8. 11 8 പോയാൽ 3 36. 9 8 4 36 കണ്ടോ. 29. 29ക്ക് 1 കൂട്ടിയാൽ 30. നമ്മുടെ ഇക്വേഷൻ തന്നെ 30/2 ഫസ്റ്റ് ടേം 1 ലാസ്റ്റ് ടേം 117. അപ്പൊ 15 × 118 വരും. അത് ഇൻറ്റു ചെയ്താൽ 1770 കിട്ടും. ഓക്കെ. നാലാമത്തെ ചോദ്യം. The sum of 12th and 18th term of an arithmetic sequence is 126. ഒരു സമാന്തര ശ്രേണിയിലെ 12ാം പദവും 18ാം പദവും കൂട്ടിയാൽ 126 കിട്ടും. വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് ആൻഡ് 29th ടേം ഓഫ് ദി സീക്വൻസ്? ഈ ശ്രേണിയിലെ ഒന്നാമത്തെ പദവും 29ാം പദവും തമ്മിലുള്ള തുക ആണ്. Then find the 15th term. 15ാം പദം കാണുക. Find the sum of first 29 terms of the sequence. ഈ ശ്രേണിയുടെ 29 പദങ്ങളുടെ തുക കാണുക. ഫസ്റ്റ് 12th 18th ടേമും കൂടി കൂട്ടിയാൽ 126 കിട്ടും. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ടേമും 29th ടേമും. ഓക്കെ. 12 - 11 1 ഇതെന്തിനാ 12 - 11 കൊടുത്തതെന്ന് അറിയോ? അതായത് 12ന്ന് 11 പ്രാവശ്യം മൈനസ് ചെയ്താൽ 1 കിട്ടും. അതേപോലെ 18ലോട്ട് 11 പ്രാവശ്യം കൂട്ടിയാൽ 29 കിട്ടും. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സമാന്തര ശ്രേണിയിലെ ജോഡികളുടെ സമ്മ് സെയിം ആയിരിക്കും. അപ്പൊ 12ഉം 18ഉം. പിന്നെ ഇപ്പോ എവിടെ ഇത് 12ാമത്തെ ടേം, ഇത് 18ാമത്തെ ടേം. അപ്പൊ അടുത്ത് ഈ ബാക്കിലോട്ടാണ് വരുന്നതെങ്കിൽ ഇത് 11ാമത്തെ ടേം 19ാമത്തെ ടേം. ഇതിന്റെ ജോഡിയുടെ സമ്മ് സെയിം ആയിരിക്കും. പിന്നെ 10ാമത്തെ ടേം 20ാമത്തെ ടേം അങ്ങനെ ജോഡിയാക്കി പോവാണ് ചെയ്യുക. കുറെ ഉണ്ട്, അതുകൊണ്ട് മൈനസ് ചെയ്ത് നോക്കിയെന്നുള്ളൂ. 12ന്ന് 11 കുറച്ചാൽ 1 കിട്ടും. 18ക്ക് 11 കൂട്ടി 29. അപ്പൊ ഒരേ പൊസിഷനിലുള്ള നമ്പറാണ്. കാരണം രണ്ടും ഒരേ നമ്പറുകളാണ് ആഡ് ചെയ്തിട്ടുള്ളതും മൈനസ് ചെയ്തിട്ടുള്ളതും. അപ്പൊ ഒരേ പൊസിഷനിലാണ് വരുന്നതെങ്കിൽ അതിന്റെ സംബന്ധം ആയിരിക്കും സെയിം ആയിരിക്കും. അപ്പൊ ഒന്നാമത്തെ ടേമും 29ാമത്തെ ടേമും കൂട്ടിയാൽ എത്ര കിട്ടുക? 126 തന്നെയാണ് കിട്ടുക. അറ്റ്ലീസ്റ്റ് ഇതൊന്നും ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ ചോദ്യങ്ങളെ ഇതിൽ ചോദിക്കുള്ളൂ. അപ്പൊ അറ്റ്ലീസ്റ്റ് 126 എങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് എഴുതി വെക്കുക. ഓക്കെ. ഇനി 15ാം പദമാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. 15ാം പദം മിഡിൽ ടേം ആണ്. ഓക്കെ. ഇനി ഈ മിഡിൽ ടേം കാണുമ്പോൾ
പകുതി എടുത്താൽ മതി, സമ്മിന്റെ പകുതി എടുത്താൽ മതി, 126ന്റെ പകുതി. അതെന്തുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഉത്തരം എഴുതി പോകണം. നോക്കിയാ, ഇപ്പൊ ഒരു സമാന്തര ശ്രേണി ഞാൻ എടുത്തു, 1 2 3. ഇതിന്റെ സമ്മ നോക്കിയാൽ 3 1 4, സെന്ററിന്റെ പകുതി ഇരട്ടിയല്ലേ അല്ലെ. ഇനി 2 4 6 8 10. ഓക്കെ, ഇതിനെ പെയർ ചെയ്തു, 10 2 12, 8 4 12, സെന്ററിലുള്ളതിന്റെ ഇരട്ടിയല്ലേ അല്ലെ. അപ്പൊ ഏതൊരു സമാന്തര ശ്രേണിയിലും ഒറ്റ സംഖ്യകളാണ് എണ്ണം വരുന്നതെങ്കിൽ അതിലെ ജോഡികളുടെ എണ്ണം എന്ന് പറയുന്നത് സെന്ററിലുള്ള നമ്പറിന്റെ പകുതി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ 29 പദം, 29ാമത്തെ പദം ഇതാണല്ലോ നമ്മൾ ചെയ്ത്. അപ്പൊ 29 പദം എന്ന് പറയുമ്പോൾ 15 അതിന്റെ സെൻട്രൽ ടേം ആണ്. 29ലോട്ട് 1 കൂട്ടി 30, അതിന്റെ പകുതി 15. കണ്ട, അങ്ങനെയാണ് മിഡിൽ കണ്ടുപിടിക്കുക. അപ്പൊ 15 എന്ന് പറയുന്നത് 29ന്റെ മിഡിലാണ്. എങ്ങനെ 29ന്റെ മിഡിൽ കാണാം? 29ലോട്ട് 1 കൂട്ടി, അപ്പൊ എത്ര കിട്ടുക? 30 കിട്ടും. 29ലോട്ട് 1 കൂട്ടിയാൽ 30 കിട്ടും. അതിന്റെ പകുതി 15, കറക്റ്റ് 15. അതാണ് സെന്റർ. അപ്പൊ അത് കാണാന് സമ്മിന്റെ പകുതി കണ്ടാൽ മതി. ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസിലും നമ്മൾ പെയർ ചെയ്യുമ്പോൾ അത് മിഡിൽ ടേമിന്റെ ഇരട്ടി ആയിരിക്കും ആ പെയറിന്റെ സമ്മ് കിട്ടുക. അപ്പൊ ഇവിടെ സമ്മ് എന്ന് പറയുന്നത് 126 ആണ്. അപ്പൊ അതിന്റെ പകുതി എടുത്താൽ മതി, 15ാം പദം കിട്ടും, 63. ദെൻ 29 പദങ്ങളുടെ സമ്മ് കാണണം. അതിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ഓക്കെ, മിഡിൽ ടേം 63 ആണ്, നമ്പർ ഓഫ് ടേംസ് 29 ആണ്. അപ്പൊ 63 × 29 ചെയ്താൽ മതി, 63 × 29 ചെയ്താൽ മതി. 63നെ 29 എന്ത് ചെയ്താൽ മതി? ഇൻറ്റു ചെയ്താൽ മതി. 3 9 27ക്ക് 7, ശിഷ്ടം 2 കിട്ടും. പിന്നെ 9 9 6 54, 54ഉം 2ഉം 56 കിട്ടും. ദെൻ 2 3 6, 2 6 12, 7 6 6 12ക്ക് 2, ഇഷ്ടം 1, 5 6 7 8, 1827. ഇതാണ് 29 പദങ്ങളുടെ സം വരുന്നത്. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം. ദ അൾജിബ്രായിക് ഫോം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 5n - 2. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപമാണ് 5n - 2. വാട്ട് ഇസ് ദ കോമൺ ഡിഫറൻസ്? പൊതുവ്യത്യാസം കാണുക. വാട്ട് ഈസ് ദ റിമൈൻഡർ ഒബ്റ്റെയിൻഡ് വെൻ ദ ടേംസ് ഓഫ് ദ സീക്വൻസ് ഈസ് ഡിവൈഡഡ് ബൈ 5? ഈ ശ്രേണിയിലെ പദങ്ങളെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്രയാണ്? ഈസ് 2024 എ ടേം ഓഫ് ദി സീക്വൻസ് y? 2024 ഈ ശ്രേണിയിലെ പദമാണോ? എന്തുകൊണ്ട് എന്നും കൂടിയുണ്ട് കേട്ടോ. ഫസ്റ്റ് ഡി കാണണം. എന്നിന്റെ കൂടെയുള്ള സംഖ്യയാണ് പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ എന്നിന്റെ കൂടെ എത്രയാണ്? 5 ആണ്. കണ്ടോ, 5n - 2, -2 + 2 ഒക്കെ അവിടെ നിൽക്കട്ടെ. എന്നിന്റെ കൂടെ ഉള്ളതാണ് നമ്മളുടെ എന്ത് പറയുന്നത്? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. എന്നിന്റെ കൂടെ കേട്ടോ, an + b, ഇതാണ് നമ്മളുടെ അൽജിബ്രയുടെ ഫോമാറ്റ്, അല്ലെങ്കിൽ dn + f - d. അതിലും എന്നിന്റെ കൂടെ ഉള്ളതാണ് പൊതുവ്യത്യാസം. അപ്പൊ അത് 5. ഇനി ഫസ്റ്റ് ടേം ഞാനൊന്ന് കണ്ടുപിടിച്ചു. ഫസ്റ്റ് ടേം എന്താ? n-ന് 1 കൊടുത്താൽ മതി. 5 5. n-ന് 1 കൊടുത്താൽ 5 5, 5-ന്ന് 2 പോയാൽ 3. ഇനി ഈ 3നെ പൊതുവ്യത്യാസമായ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയെന്നാണ് ചോദ്യം. 5-ൽ 3 ഉണ്ടോ? സോറി, 3-ൽ 5 ഉണ്ടോ? ഇല്ല. അപ്പൊ 3നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന റിമൈൻഡർ ശിഷ്ടവും എന്ത് തന്നെയാണ്? 3 തന്നെയാണ്. ഇനി 2024 ഇതിലെ ടേം ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് 2024നെ 3 കൊണ്ട് ഹരിച്ചാൽ മതി. 2024നെ 3 കൊണ്ട് ഹരിക്കുക. റിമൈൻഡർ എത്ര കിട്ടണം? സോറി, 3 അല്ല, 5 കൊണ്ട് ഹരിക്കുക. ഇതിലെ ടേമിനെ 5 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ എത്ര കിട്ടുക? 3 അല്ല കിട്ടുക. അപ്പൊ 5 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കുക. 4 5 20, 0. 2-നെ അറക്കി എഴുതി. 2-ൽ 5 ഉണ്ടോ? ഇല്ല, 0. 24 ആയി. I4 20, പിന്നെ 25 ആണ് വരിക. ഇവിടെ റിമൈൻഡർ താഴത്ത് കറക്റ്റ് ചെയ്ത ഇനി നമ്പർ ഉണ്ടോ? ഇല്ല. അപ്പൊ ഇവിടുത്തെ ശിഷ്ടം എത്രയാണ്? 4 ആണ്. ഇവിടുത്തെ ശിഷ്ടം എത്രയാണ്? 4 ആണ്. ശിഷ്ടം 3 ആണെങ്കിൽ 2024 പദമായനെ. ശിഷ്ടം തുല്യമല്ലാത്തത് കൊണ്ട്, റിമൈൻഡർ സെയിം അല്ലാത്തത് കൊണ്ട് 2024 ഇതിലെ ടേം അല്ല. 2024 നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. നമുക്ക് കിട്ടിയ 404 × 5 + 4, റിമൈൻഡർ എത്രയാണ്?
4ആണ്. ശിഷ്ടം തുല്യമല്ലാത്തത് കൊണ്ട് ഞാൻ ഈ എഴുതി നോക്കണ്ട കേട്ടോ, ഞാൻ ഇതിനൊരു ഇതാക്കിയിട്ട് എഴുതിയാണ്, നോക്കണ്ട. ഓക്കെ, ഹരിക്കണ ഞാൻ കാണിച്ചു തന്നല്ലോ. അപ്പൊ റിമൈൻഡേഴ്സ് ആർ നോട്ട് ഈക്വൽ 2024 is not a term in the sequence. ശിഷ്ടം തുല്യമല്ലാത്തത് കൊണ്ട് 2024 ഈ ശ്രേണിയിലെ പദം അല്ല. അല്ലെ, 4 മാർക്കിന്റെ ചോദ്യങ്ങൾ വളരെ കുറച്ചേ ചെയ്യാനുള്ളൂ, കണ്ടോ. Then ആറാമത്തെ ചോദ്യം, consider the sequence of numbers between 100 and 400 which leave a remainder 2 on division by 3. 100നും 400നും ഇടയിലുള്ള അക്കങ്ങളിൽ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 കിട്ടുന്ന ശ്രേണി എടുക്കുക. ഈ ശ്രേണിയിലെ ആദ്യ പദം എത്രയാണ്? which is the last term in the sequence? ഈ ശ്രേണിയിലെ അവസാന പദം ഏതാണ്? how many such numbers are there in the sequence? ഈ ശ്രേണിയിൽ ആകെ എത്ര പദങ്ങളുണ്ട്? find the sum of all terms in the sequence. ഈ ശ്രേണിയിലെ എല്ലാ പദങ്ങളുടെയും തുക കാണുക. 1 by 1 ആയിട്ട് ചെയ്യാം. ആദ്യം 100നും 400നും ഇടയിൽ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 വരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യം ഞാൻ 100നെ ഹരിച്ചു. എങ്ങനെ കണ്ടുപിടിക്കുന്നു നോക്കിക്കോട്ടോ. 100നെ ഞാൻ 2 കൊണ്ട് ഹരിക്കുകയാണ്. ഓക്കെ, സോറി 2 കൊണ്ടല്ല 3 കൊണ്ടാണ് ഹരിക്കേണ്ടത്. 3 കൊണ്ട് കേട്ടോ, 2 കൊണ്ടല്ല 3 കൊണ്ട്. 2 ശിഷ്ടം വരണം. 2 എത്ര വരണം? ശിഷ്ടം വരണം. 3 കൊണ്ട് ഞാൻ ഹരിക്കുകയാണ്. 3 9. 10 9 പോയാൽ 1, 0 ഇറക്കി എഴുതി. വീണ്ടും 3 9. റിമൈൻഡർ 1 ആണ് കിട്ടുന്നത്. പക്ഷെ നമുക്ക് വേണ്ട റിമൈൻഡർ 2 ആണ്. 100 കഴിഞ്ഞ് ഇനി നമ്പർ മുമ്പിലോട്ടല്ലേ പോവുക. അപ്പൊ 1 കഴിഞ്ഞിട്ട് 2 ശിഷ്ടം വരാൻ എത്ര കൂട്ടണം? 1 കൂട്ടിയാൽ മതി. ഈ 1 കഴിഞ്ഞിട്ട് മുമ്പിലോട്ടാണ് നമ്പർ പോണത്. അപ്പൊ റിമൈൻഡറിനെ മുമ്പിലോട്ട് കൂട്ടുക. 1 കഴിഞ്ഞിട്ട് 2 ആവാൻ എത്ര ആഡ് ചെയ്യണം? 1 ആഡ് ചെയ്യണം. അപ്പൊ 100ലോട്ടും 1 ആഡ് ചെയ്യുക, അഥവാ 101. ഓക്കെ, നിങ്ങൾ ഇത് നോക്കണം കേട്ടോ. ഞാൻ ഈ 100/3 എങ്ങനെ എഴുതിയാണ്? 33 × 3 99 കിട്ടും. അതിലേക്ക് 1 കൂട്ടിയാൽ 100 കിട്ടും. അങ്ങനെ ഒന്ന് എഴുതിയതാണ്. ഹരിക്കണ ഞാൻ ഇവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഇത് എഴുതണമെന്നൊന്നുമില്ല. ഓക്കെ, അപ്പൊ 1 ആണ് റിമൈൻഡർ, അത് 2 ആണ്. അപ്പൊ ഫസ്റ്റ് ടേം കിട്ടിയ എത്രയാ? 101. ഇനി ഇതേപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം. ഫസ്റ്റ് ടേം 101 ആണ്. അവസാന പദം കാണണം. 100നും 400 ആണ്. അപ്പൊ 400നെ ഞാൻ 3 കൊണ്ട് ഹരിക്കുകയാണ് കേട്ടോ. 1 3 3. 4ന്ന് 3 പോയാൽ 1 0. 3 9. 1 0. 3 9. റിമൈൻഡർ 1 ആണ് കിട്ടിയത്. നമുക്ക് 2 ആണ് കിട്ടേണ്ടത്. ഇനി ഈ 1നെ 2 ആക്കാൻ നേരത്തെ 1 കൂട്ടി. അപ്പൊ ഇവിടെ 1 കൂട്ടിയല്ല, ശ്രദ്ധിക്കുക. 400ന്ന് ബാക്കിലോട്ടാണ് പോകുന്നത്. 400 വരെ നമ്പർ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് 399 398 397 എന്ന് പറഞ്ഞ ബാക്കിലോട്ടാണ് വരുന്നത്. അപ്പൊ റിമൈൻഡറിനെയും ബാക്കിലോട്ട് കൊണ്ടുപോകണം. ഈ 3 കൊണ്ട് ഹരിക്കുമ്പോൾ വരുന്ന റിമൈൻഡറുകൾ ഏതൊക്കെയാ? 1 0 1 2 അല്ലെങ്കിൽ 1 2 0. ഓക്കെ, അപ്പൊ ഇപ്പൊ കിട്ടി നിൽക്കുന്ന റിമൈൻഡർ 1 ആണ്. അത് 2ലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ബാക്കിലോട്ട് പോകുക. അപ്പൊ ഒരു നമ്പറും ബാക്കിലോട്ട് പോയാൽ 0 ആയി. അടുത്ത നമ്പർ പോയാൽ 2 ആയി. അപ്പൊ എത്ര നമ്പർ ബാക്കിലോട്ട് പോകണം? 2 നമ്പർ ബാക്കിലോട്ട് പോകണം. അപ്പൊ 400ന്ന് 2 പോയാൽ 398. മനസ്സിലായോ? 2 നമ്പർ ബാക്കിലോട്ട് പോകണം. അപ്പോ 400ന്ന് 2 നമ്പർ ബാക്കിലോട്ട് പോയാൽ 398 കിട്ടും. അപ്പൊ ലാസ്റ്റ് ടേം 398. ഇനി n കാണണം. എത്ര പദമുണ്ടെന്ന് കാണണം. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ആയി. ഇനി n കാണണം. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം പ്ലസ് 1 ആണ്. എന്തുകൊണ്ടാണോ ഹരിക്കുന്നത് അതാണ് ഇവിടുത്തെ പൊതുവ്യത്യാസം. അപ്പോ 398 മൈനസ് അല്ലെങ്കിൽ 398 ഇങ്ങനെയും കണ്ടുപിടിക്കട്ടോ. 398 മൈനസ് 101/3 പ്ലസ് 1 ആണ്. ഇനി അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ് an പ്ലസ് b ഈക്വൽ ടു 398. a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ്, അത് 3 ആണ്. അപ്പൊ 3n പ്ലസ് 98. എങ്ങനെ 98 കിട്ടിയ രണ്ടും ഞാൻ ചെയ്ത് കാണിച്ചു കേട്ടോ. പെട്ടെന്ന് എനിക്ക് ടൈപ്പ് ചെയ്ത സമയത്ത് ഓർമ്മ വന്ന ഇക്വേഷൻ ആണിത്. ഇനി 3n ഫസ്റ്റ് ടേം 101 ആണല്ലോ. ഒരു 3 3ക്ക് എത്ര കൂട്ടിയാലും 101 കിട്ടുക? 98 കൂട്ടിയാല്. ഈ 98നെ അപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോ
398 മൈനസ് 98 300 കിട്ടും. ദെൻ 300/3 10 കിട്ടും, 100 കിട്ടും. ഇനി ഇതിനെ മറ്റേ നമ്മളുടെ നോർമൽ ഇക്വേഷൻ, ഡയറക്റ്റ് ഇക്വേഷൻ എങ്ങനെയാ? n ഈക്വൽ ടു ലാസ്റ്റ് ടേം 398 മൈനസ് 101 ബൈ പൊതുവ്യത്യാസം 3 ആണ് പ്ലസ് 1. നമ്മുടെ CBSE കുട്ടികളെ പഠിപ്പിക്കുന്നതുകൊണ്ടാണ് ആ ഇക്വേഷൻ അതിൻ്റെ ഇടയിൽ കയറുന്നുണ്ടോ? നമ്മുടെ CBSE NCERT സിലബസിൽ ഇങ്ങനെ ഒരു ഇക്വേഷനേ ഇല്ല. ആ n കണ്ടുപിടിക്കാനൊക്കെ അവർ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഒരൊറ്റ ഇക്വേഷനാണ്. നമുക്കാണ് ഒരുപാട് ഇക്വേഷൻസ് വരുന്നത്. NCERT സിലബസിൽ ആകെ സമ്മ് കാണാനും nth ടേം കാണാനുള്ള ഇക്വേഷനാണ്. ഇത് വെച്ചിട്ടാണ് കംപ്ലീറ്റ് ചോദ്യങ്ങളും നമ്മൾ ആൻസർ ചെയ്യുന്നത്. നമ്മുടെ SCERT സിലബസിലാണ് നമുക്ക് ഒരുപാട് എന്ത് വരുന്നത്? ഇക്വേഷൻസ് വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ പെട്ടെന്ന് ഈ an+b എന്നുള്ള ഇക്വേഷൻ അവിടെ പെട്ടെന്ന് യൂസ് ചെയ്ത് നമ്മളുടെ ഇക്വേഷൻ ഇത് നമുക്ക് യൂസ് ചെയ്ത് നേരത്തെ തെറ്റൊന്നുമില്ല കേട്ടോ. an+b ആദ്യം കാണണം. a എന്ന് പറഞ്ഞ പൊതുവ്യത്യാസം, പിന്നെ b നിങ്ങൾക്ക് അറിയാലോ, n-ന് 1 കൊടുക്കുമ്പോൾ ഒരു നമ്പർ കിട്ടും. അതിലോട്ട് എത്ര കൂട്ടുമ്പോഴാണ് അല്ലെങ്കിൽ എത്ര കുറക്കുമ്പോഴാണ് ഫസ്റ്റ് ടേം കിട്ടുക എന്നുള്ളതാണ് b എന്ന് പറയുന്നത്. അപ്പോൾ 1 3 3 3ക്ക് 98 കൂട്ടുമ്പോഴാണ് 101 കിട്ടുക. അതിൽ നിന്ന് നമ്മൾ n കണ്ടുപിടിച്ചു. ഇവിടെ അതേപോലെ തന്നെ 398 മൈനസ് 101. ആദ്യം 398 101 പോകണം. 8 1 പോയാൽ 7. ഓക്കെ, 9 0 പോയാൽ 9. 3 1 പോയാൽ 2. ഇവിടെ 4 അല്ല വരിക, ഇവിടെ 2 ആണ് വരിക കേട്ടോ. നമുക്കതൊന്ന് മായ്ച്ച് കളയാം. അല്ല, ഇവിടെ ഇതാ മായ്ച്ചാൽ ഒന്നായിട്ട് പോകും. അപ്പൊ 297 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2ൽ 3 ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? 29 എടുത്തു. അപ്പൊ 29ൽ 9 3 27 വരും. 9ന്ന് 7 പോയാൽ 2, 2ന്ന് 2 പോയാൽ 0, വീണ്ടും 27, അപ്പൊ വീണ്ടും 9. അപ്പൊ 99. 980ലോട്ട് 1 കൂട്ടിയാൽ 100. ഓക്കെ, എത്ര കിട്ടുക? 100 കിട്ടും. ഓക്കെ, അപ്പൊ 990ലോട്ട് 1 കൂട്ടിയാൽ 100 കിട്ടും. 990ലോട്ട് 1 കൂട്ടിയാൽ 100 കിട്ടും. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ടേംസ് കിട്ടിയ എത്രയാ? 100 ആണ്. ഇനി അടുത്തത് സമ്മ് കാണണ്ടേ അല്ലെ? അപ്പൊ ഫസ്റ്റ് ടേം ആയി, ലാസ്റ്റ് ടേം ആയി, n ആയി. ഇനി സമ്മ് കാണണം. ഇനി നമ്മളുടെ ഇക്വേഷൻ കൊടുക്കുക, അഥവാ n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. അപ്പൊ 100/2 ഇൻറ്റു 101 പ്ലസ് 308. 100ന്റെ പകുതി 50 ആണ്. 101ക്ക് 398 കൂട്ടിയാൽ 490. ഈ 0 ഒഴിവാക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ 9 5 45ക്ക് 5 ശിഷ്ടം 4. 9 5 45 4 49ക്ക് 9 ശിഷ്ടം 4. I 4 20 4 24. എന്നിട്ട് ഒരു 0 ഇട്ട് കൊടുക്കുക. ഓക്കെ, 24,950 എന്ന് കിട്ടും. Then second last question. Sum of the first 9 terms of the arithmetic sequence is 225 and sum of first 12 terms of the sequence is 372. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 9 പദങ്ങളുടെ തുക 225ഉം ആദ്യത്തെ 12 പദങ്ങളുടെ തുക 372. What is its fifth term? 5ാം പദം കാണുക. What is its 11th term? 11ാം പദം കാണുക. Find its common difference. പൊതു വ്യത്യാസം കാണുക. Find the sum of first 21 terms of the sequence. 21 പദങ്ങളുടെ തുകയാണ്. ആദ്യം എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്? 5ാം പദമാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സമ്മ് തന്നിട്ട് നിങ്ങളുടെ ഒരു ടേം കാണാൻ പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പിച്ചോളൂ, അവിടെ ഒരു ഒറ്റ സംഖ്യ ഉണ്ടാവും. കണ്ടോ, ഇവിടെ 9 ടേംസിന്റെ സം 225 ആണ്. അപ്പൊ ഈ 9ന്റെ മിഡിൽ ടേം അല്ലേ ഈ 5 എന്നുള്ളത് നോക്കുക. അതെങ്ങനെ നോക്കുക? 9ലോട്ട് 1 കൂട്ടുക. എത്രയാ? 10. അതിന്റെ പകുതി 5. കണ്ടോ, അപ്പൊ 9ന്റെ മിഡിൽ ആണ് എന്ത്? 5. നമുക്ക് സമ്മ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, മിഡിൽ ടേമിന്റെ നമ്പർ ഓഫ് ടേംസ്. അപ്പൊ S9 9 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് അതിന്റെ മിഡിൽ ടേം ആയ S5 × 9 ആണ്. അതിന് x5 ആണ് കാണേണ്ടത്. S9 നമുക്കറിയാം 225 ആണ്. ഈ 9നെ പുറത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 225/9 കിട്ടും. 225നെ 9 ഡിവൈഡ് ചെയ്താൽ 25 കിട്ടും. എങ്ങനെ കിട്ടുക? 22ൽ എത്ര ഉണ്ട് നോക്കുക. 22ൽ 2 9 18 കിട്ടും. പിന്നെ 19 20 21 22 4 കിട്ടും. റിമൈൻഡർ 4 ഉണ്ടാവും ഇവിടെ. പിന്നെ 45. 9 5 45. ഓക്കെ, അപ്പൊ 5 25. ഓക്കെ, അപ്പോ ഇത് റിമൈൻഡർ ആണ് ഞാൻ ഇവിടെ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ 225നെ 9 കൊണ്ട് 2 9 18. 22 18 പോയാൽ 4 5.
9 5 45 അപ്പൊ 25 കണ്ടോ. ഇനി 11th ടേം കാണണം. അതിന് S12 തന്നിട്ടുണ്ട്. 12ാം പദം. 12 പദങ്ങളുടെ സമം 372 ആണ്. അപ്പോ 6 പെയർ ഉണ്ട്. 12ാമത്തെ പദം എന്ന് പറയുമ്പോൾ 6 പെയറാണ്. അപ്പൊ അതിൽ ഒരു പെയറിന്റെ സം എന്ന് പറയുന്നത് 372/6 ചെയ്താൽ മതി. ഓക്കെ, 372/6 ചെയ്താൽ നമുക്ക് ഒരു പെയറിന്റെ സം കിട്ടും. ഇതും നമ്മൾ പഠിച്ചിട്ടാണ് പെയർ അറിയണതിൽ. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6 6 36. 37 36 പോയാൽ 1 2 വീണ്ടും 6 അഥവാ 66 കിട്ടും. സോറി 6 അല്ലല്ലോ, 2 6 12 62 കിട്ടും. 6 6 36 ഇവിടെ 12 അല്ലേ ഉള്ളൂ. 2 6 12 62 കിട്ടും. ഇനി നമ്മൾ ഇതിനൊന്ന് പെയർ ചെയ്യാൻ പോകണം. x5ഉം x8ഉം കൂട്ടിയാൽ 62 കിട്ടും. എങ്ങനെയാണ് ഒറ്റയടിക്ക് x5 x8 എന്ന് പറയുക? 12 ടേം ആണ്. എത്രയാണ്? 12. അപ്പൊ 1ഉം 12ഉം പെയർ ചെയ്യണത്. പിന്നെ 2ഉം 11ഉം 3ഉം 10ഉം 4ഉം 9ഉം 5ഉം 8ഉം കണ്ടോ. ഈ പെയറുകളുടെ ഒക്കെ സം സെയിം ആണ്. ഇനി ഒരു പെയറും കൂടി ഇവിടെ ഉണ്ട്. ഏതാ? 6ഉം 7ഉം. അങ്ങനെ മൊത്തം 2 4 6 പെയർ 5. ഈ പെയറുകളുടെ ഒക്കെ സം സെയിം ആണ്. അപ്പൊ x5ഉം x8ഉം കൂട്ടിയാൽ 62 ആണ്. അതിൽ x5 നമുക്കറിയാം എത്രയാണ്? 25 ആണ്. അപ്പൊ 25 പ്ലസ് x8 ഈക്വൽ ടു 62 ആണ്. ഇനി 25നെ പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പോ 62 മൈനസ് 25 ആയി. 62 25 പോയാൽ 37 കിട്ടും. ഓക്കെ, അപ്പൊ x8 കിട്ടി 37 ആണ്. ഇനി നമുക്ക് d കണ്ടുപിടിക്കാം. 37 മൈനസ് 25/8 മൈനസ് 5. ഓക്കെ, 37 25 പോയി. 37ന്റെ സ്ഥാനം 8 ആണ്. 25ന്റെ സ്ഥാനം 5 ആണ്. 37 25 പോയാൽ ബാക്കി 12 ഉണ്ടാവും അല്ലെ. 7 5 പോയാൽ 2, 3 2 പോയാൽ 1, 8 5 പോയാൽ 3. 12/3 എത്രയാണ്? 4. അപ്പൊ കോമൺ ഡിഫറൻസ് 4 ആണ്. ഇനി നമ്മളോട് 11ാം പദം കാണാൻ പറഞ്ഞിട്ടില്ലേ. x11 ഈക്വൽ ടു 8ാം പദത്തിലോട്ട് 3 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി. x8ലോട്ട് 3 പ്രാവശ്യം കോമൺ ഡിഫറൻസ് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. x8 നമുക്കറിയാം 37 ആണ്. ആ 37ലോട്ട് 3 × 4 12 ആഡ് ചെയ്യാം. 37ക്ക് 12 കൂട്ടിയാൽ 7 2 9 3 1 4 49 കിട്ടും. ഓക്കെ, അപ്പൊ 11ാം പദം എത്രയാണ്? 49. ഇനി നമ്മളോട് കോമൺ ഡിഫറൻസ് ചോദിച്ചിരുന്നു അല്ലെ. കോമൺ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാ? 4 ആണ്. ഇനി ഫൈൻഡ് ദ സം ഓഫ് 21 ടേംസ്. 21 പദങ്ങളുടെ സം കാണണം. ഈ 21ന്റെ മിഡിൽ ടേം അല്ലെ 11. നോക്കി, 21ക്ക് 1 കൂട്ടുക എത്രയാ? 22. അതിന്റെ പകുതി എത്രയാ? 11. കണ്ടോ, 1 കൂട്ടിയിട്ട് അതിന്റെ പകുതി കാണുന്നതാണ് മിഡിൽ ടേം എന്ന് പറയുന്നത്. അപ്പൊ 21ക്ക് 1 കൂട്ടിയ 22. ആ 22ന്റെ പകുതി 11. അപ്പൊ 11 അതിന്റെ മിഡിൽ ടേം ആണ്. ഓക്കെ, അപ്പൊ 11 ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ചെയ്താൽ മതി. അഥവാ 49 ഇൻറ്റു 21 ചെയ്താൽ മതി. എത്ര കിട്ടും? 1029 കിട്ടും അല്ലെ. 49നെ 21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 9 9 കുറച്ചും ഇങ്ങോട്ട് നീറ്റ് ചെയ്താണ് കേട്ടോ. 1 4 4 2 9 18 8 ശിഷ്ടം 1 8 1 9. ഇനി ഇത് ആഡ് ചെയ്താൽ മതി. 9 8 4 12 2 ഇഷ്ടം 1 9 1 10 കണ്ടോ. 1029 കിട്ടും. ലാസ്റ്റ് ചോദ്യം 2024 ചോദിച്ച അരിത്തമെറ്റിക് സീക്വൻസിലെ ലാസ്റ്റ് ചോദ്യം. ഓക്കെ, 7 13 19 is an arithmetic sequence. ഒരു സമാന്തര ശ്രേണിയാണ്. What is the common difference? പൊതുവ്യത്യാസം കാണുക. Write the algebraic form of the sequence. ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. Find the position of 97 in the sequence. ഈ ശ്രേണിയിലെ 97ന്റെ സ്ഥാനം കാണുക. Find the sum of first 16 term of the sequence. ആദ്യത്തെ 16 പദങ്ങളുടെ തുകയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഒരു 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് കോമൺ ഡിഫറൻസ് ആണ്. 13 7 കുറച്ചാൽ മതി, 6 കിട്ടും. അൽജിബ്ര കാണാനാണ് an പ്ലസ് b ചെയ്താൽ മതി. a എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം. പൊതുവ്യത്യാസം 6 ആണ്. അപ്പൊ 6n. ഇനി n-ന് 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേം ആയ 7 കിട്ടണം. അപ്പൊ 6 × 1 6 ആണ്. അതിലോട്ട് 1 കൂട്ടിയാൽ 7. ഇനി നിങ്ങൾ പഠിച്ച ഇക്വേഷൻ ഇതാണ്. dn പ്ലസ് f മൈനസ് d. ഇതിലും നിങ്ങൾക്ക് ചെയ്യാം. d എന്ന് പറഞ്ഞ പൊതുവ്യത്യാസം അത് 6 ആണ്. 6n പ്ലസ് f എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം അത് 7 ആണ്. 7 മൈനസ് d പൊതുവ്യത്യാസം 6. അപ്പൊ 6n പ്ലസ് 7 6 പോയാൽ 1. എങ്ങനെ ചെയ്താലും 6n പ്ലസ് 1 ആണ്. ഓക്കെ, ഇത് n-ന് 1 കൊടുക്കുക. അപ്പൊ ഒരു 6 6 6ക്ക് എത്ര കൂട്ടുമ്പോഴാണ് ഫസ്റ്റ് ടേം ആയി 7 കിട്ടുക?
1 കൂട്ടുമ്പോൾ അപ്പൊ 6n+1. ഇനി 97ന്റെ സ്ഥാനമാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് ഇവിടെ അൽജിബ്ര തന്നിട്ടില്ലേ? അപ്പൊ 6n+1 = എത്ര കൊടുക്കുക? 97 എന്ന് കൊടുക്കുക. എന്നിന് എത്രയോ കൊടുക്കുമ്പോഴാണ് 97 കിട്ടുക. അതാണ് കണ്ടുപിടിച്ചേ. അപ്പൊ ആ +1 അപ്പുറം പോകുമ്പോൾ എന്താവും? -1 ആവും. അപ്പൊ 96. ഇനി n = 96/6. 96നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1 6 6. 9 6 പോയ 3. 36. 6 6 36. n = 16. അപ്പൊ n കിട്ടിയ എത്രയാ? 16. ഇനി 16ാം പദം കണ്ടുപിടിക്കാം. നമുക്ക് എപ്പോഴും സിമ്പിൾ ആയിട്ട് ചെയ്യാനുള്ള ഇഷ്ടം അല്ലേ? അപ്പൊ n/2 × ആദ്യ പദം പ്ലസ് അവസാന പദമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിന് എനിക്ക് 16ാം പദം വേണം. ആ 16ാം പദം കാണാൻ n-ന്റെ സ്ഥാനത്ത് 16 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ 6n+1 എന്നുള്ളടത്ത് 6 × 16 + 1. 6 6 36ക്ക് 6 വരും. ശിഷ്ടം 3 1 6 6 3 9. 96 + 1 97 കിട്ടും. ഓക്കെ. ഇനി സമ്മ് കാണാലോ. എന്താ ഇക്വേഷൻ? n/2 × ആദ്യ പദം പ്ലസ് അവസാന പദം. എത്ര പദം ഉണ്ട്? 16 പദം ഉണ്ട്. ഫസ്റ്റ് ടേം എത്രയാണ്? 7 ആണ്. ലാസ്റ്റ് ടേം എത്രയാണ്? 97 ആണ്. ഓക്കെ. അപ്പൊ 16/2 n/2 × ആദ്യ പദം 7, അവസാന പദം 97. 16ന്റെ പകുതി 8 ആണ്. 97ക്ക് 7 കൂട്ടിയാൽ 104 കിട്ടും. ദെൻ 4 8 32ക്ക് 2 വരും. ശിഷ്ടം 3. 0 × 8 0 ആണ്. അതിലേക്ക് 3 കൂട്ടുമ്പോൾ 3. 1 8 8. 832 വരും. കണ്ടോ? 832. അതാണ് നമ്പറുകളുടെ ഇടയിൽ വരുന്നതുകൊണ്ടാണ് ഞാൻ വേറെ കളർ കൊടുത്തത് കേട്ടോ. ഓക്കെ. അപ്പോ 832 കിട്ടും. ഇത്രയും ചോദ്യങ്ങളാണ് 2024 ഓണപരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. ഓക്കെ. അപ്പോ എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. പേപ്പർ ഇനി സ്കൂൾ തുറന്ന് ഇപ്പോൾ ഓണം വെക്കേഷൻ ആണല്ലോ. ഓണം വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുറന്ന് ചെല്ലുമ്പോൾ പേപ്പർ കിട്ടുമ്പോൾ നല്ല മാർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, എന്ന് ആശംസിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇനി മാർക്ക് കുറവാണെന്ന് കരുതി നിങ്ങൾ സങ്കടപ്പെടേണ്ട. ഫെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് എന്നാണ്. ഇത് നമ്മുടെ ഓണപരീക്ഷ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ക്രിസ്മസ് എക്സാം ഉണ്ട്, പിന്നെ അടുത്ത ഓരോ എക്സാമുകൾ വരുന്നുണ്ട് അല്ലെ. തോൽവിയിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അടുത്ത എക്സാമിന് നമ്മൾ എന്ത് ചെയ്യുക? കൂടുതൽ ഇംപ്രൂവ് ചെയ്യുക. നമ്മളുടെ മെയിൻ എക്സാം അതാണ് നമ്മളുടെ മെയിൻ ടാർഗറ്റ്. ഓക്കെ. ഓണപരീക്ഷ കഴിഞ്ഞു. അപ്പൊ ഇതിൽ വന്നിട്ടുള്ള മിസ്റ്റേക്കുകൾ എന്തൊക്കെയാന്ന് നോക്കിയിട്ട് അത് നമ്മൾ ക്രിസ്മസ് പരീക്ഷയിൽ നികത്തുക. അതിനുശേഷം വീണ്ടും കൊല്ല പരീക്ഷ വരുമ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? പെർഫെക്റ്റ് ആവുക. അതിനു മുമ്പ് നമുക്ക് മോഡൽ എക്സാം ഒക്കെ ഉണ്ടാവും. ഓക്കെ. തോറ്റു എന്ന് കരുതി സങ്കടപ്പെടുകയൊന്നും വേണ്ട. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അടുത്ത സ്റ്റെപ്പ് കയറുമ്പോഴത്തേന് എന്ത് ചെയ്യുക? ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഒന്നും കൂടി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വീണ്ടും അടുത്ത സ്റ്റെപ്പ് കയറുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? മാർക്ക് സ്കോർ ചെയ്ത് കുറവ് നമ്മുടെ അവസാനത്തെ പരീക്ഷ ആകുമ്പോഴത്തേന് നമുക്ക് എന്ത് ചെയ്യണം? A+ എത്തണം. ഓക്കെ. അതിന് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ. ഇപ്പൊ വന്ന മിസ്റ്റേക്കുകൾ നമ്മൾ തിരുത്തണം കേട്ടോ. എങ്കിലേ നമുക്ക് അടുത്തതിലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. തോറ്റു എന്ന് കരുതി സങ്കടപ്പെട്ടിരിക്കൊന്നും വേണ്ട. നമുക്ക് അടുത്തതിൽ പിടിക്കാം. തോറ്റവരാണ്, നമ്മൾ ഏതൊരു സിനിമയിൽ പറയുന്നുണ്ട് അല്ലെ, തോറ്റവരാണ് ചരിത്രം കുറിച്ചിട്ടുള്ളത്, ജയിച്ചവരൊന്നും അതിന്റെ ഒരു ഭാഗമേ ആയിട്ടുള്ളൂ. തോറ്റവരുടെ ചരിത്രം വായിച്ചു വളരണം എന്നാണ് പറയാം. ഓക്കെ. നമ്മുടെ ഈ വേൾഡിൽ കാണുന്ന ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതും തോറ്റവരാണ്. നമ്മുടെ ഫുട്ബോളും ലയണൽ മെസ്സി ഇനി കളിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കളിച്ച് ഫേമസ് ആയ ആളാണ് അല്ലെ. അങ്ങനെ ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഈ KFCയുടെ ആത്മഹത്യയുടെ വക്കിൽ നിന്നും വന്ന് ഒരു റെസിപ്പി ഉണ്ടാക്കിയാണ്ട് വിജയിച്ച ആളാണ് ഈ KFCയുടെ ആളെന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഓക്കെ. അപ്പോ തോറ്റു എന്ന് കരുതി സങ്കടപ്പെടുകയൊന്നും വേണ്ട. നമ്മൾ എന്ത് ചെയ്യും? അതിജീവിക്കും എന്ന് പറയുന്ന പോലെ അല്ലെ, വിജയിക്കും. ഓക്കെ. അപ്പോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. സീ സൂൺ. ബൈ.